guys, welcome to our YouTube channel Famchan Stories. So ഞങ്ങൾ കുറേ ദിവസമായി വിചാരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന്. സോ ഇന്നാണ് ഒരു അപ് ടു ഡേ കിട്ടിയത്. ഞാൻ ഗോപിക മഹേഷ് ആൻഡ് ക്യാമറയുടെ പിന്നിൽ മഹേഷ് മൈ ഹസ്ബൻഡ് ആൻഡ് മൂന്നാമതൊരാളും കൂടി ഉണ്ട്. ആളിപ്പോൾ എൻ്റെ ഡൽഹിയിലാണ്. സോ ഇന്ന് ആപ് ടു ഡേ എന്ന് പറയുന്നത് ഞങ്ങളുടെ 3 പേരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ബിക്കോസ് ഞാൻ 7th മന്ത് പ്രഗ്നൻസിയാണ്. ഇന്ന് ഞങ്ങൾ 7th മന്തിൻ്റെ സ്കാനിങ് ടെസ്റ്റിന് പോവാണ്. സോ ബാക്കി വിശേഷം അവിടെ. ബൈ. നമ്മുടെ ഹോസ്പിറ്റലിലെത്തി. ഞാൻ അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് ടോക്കൺ എടുക്കണം, വെയിറ്റ് ചെയ്യണം, ദെൻ എപ്പോഴാണ് കിട്ടണമെന്ന് നോക്കിക്കൊണ്ടേയിരിക്കണം. സോ നമുക്ക് നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡോക്ടർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാനിങ്ങിൽ നമ്മുടെ മെയിൻ ഡോക്ടർ ആയിരുന്നില്ല, ബട്ട് ഡോക്ടർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. 7th മന്ത് സ്കാനിങ് ആണെന്ന് പറഞ്ഞു. ബേബിയുടെ ഫസ്റ്റ് ഗ്രോത്ത് കാണാമെന്ന് പറഞ്ഞു. അതിലവർ പറഞ്ഞേക്കുന്ന ബേബിയുടെ പൊസിഷൻ, ബേബിയുടെ വെയിറ്റ്, അതൊക്കെ ആ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുക. നമുക്ക് 3rd നമ്പർ 503 ആണ് കിട്ടിയിരിക്കുന്നത്. സോ 501-ന് ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതാണ് ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വേണം ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട്. ബട്ട് നമുക്കിപ്പോൾ ഡിസപ്പോയിൻ്റ് എന്ന് പറയുന്നത് സ്കാനിങ്ങിൽ നമ്മൾ 2 പേരും ബേബിയെ കാണുമെന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നു. ബട്ട് ആൾക്ക് കാണാൻ പറ്റില്ല. അത് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. 5th മന്തിൽ മാത്രമേ ഡോക്ടർ പറഞ്ഞത് നമ്മൾ ബേബിയെ കാണിക്കുള്ളൂ, കാരണം അപ്പോഴേ ക്ലിയർ ഇമേജ് കാണിക്കാൻ പറ്റുള്ളൂ. 5th മന്തിലാണ് ജെൻഡർ പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഡിസപ്പോയിൻ്റ് ഉണ്ട്. ബട്ട് ഭാഗ്യം കൊണ്ട് എനിക്ക് കാണാൻ പറ്റി, എല്ലാം കണ്ടു. ബേബി കിടക്കുന്ന രീതി വരെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എല്ലാം ഓക്കെ എന്നാണ് പറഞ്ഞത്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇനി അടുത്ത സ്കാനിങ്, അടുത്ത ചെക്കപ്പും ഇനി അടുത്ത എന്താ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഉള്ളത് മെയിൻ ഡോക്ടറെ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. സോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശരവണ ഭവനിലാണ്. ആക്ച്വലി ഞങ്ങൾ മെയിൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് എല്ലാം നോർമലാണ്, എല്ലാം ഓക്കെയാണ്, ബേബി ഓക്കെയാണ്. അപ്പോൾ എല്ലാം ഭയങ്കര ഹാപ്പിനെസ് ആയി. സോ അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ 21-നാണ് നാട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തു. സോ അവർ പറഞ്ഞത് നമുക്ക് ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ് വേണം. സോ അതും തന്നിട്ടുണ്ട്. സീലോട് കൂടിയിട്ട് ഫിറ്റ് ടു ട്രാവൽ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ബട്ട് ചില എയർലൈൻസ് പറഞ്ഞത് 32 വീക്സ് ആഫ്റ്റർ 32 വീക്സിനാണ് നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ 29 വീക്സ് ആഫ്റ്റർ നമുക്ക് വയറ് തോന്നിക്കുന്ന കാരണം കൊണ്ട് 10 ഡേയ്സിൻ്റെ വാലിഡിറ്റിയാണ് സർട്ടിഫിക്കറ്റ്സിനുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ നമുക്ക് തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് സീലോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. ഇനി എനിക്കറിയില്ല, ബിക്കോസ് അവിടെ ചെല്ലുമ്പോൾ പല എയർലൈൻസിൻ്റെ പല സ്റ്റാഫുകളും പല രീതിക്കായിരിക്കും സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഫോണിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കേണ്ടി വരും. ആകെ അതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റിലും നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. സോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഹാപ്പിനെസ്സായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മസാല ദോശ കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നോർമലി ഇപ്പോൾ ഈ ഒരു ഇതിൽ ആൾക്കും താല്പര്യമില്ല പുറത്തുനിന്ന് അങ്ങനെ കഴിക്കുന്നത്. നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്നത്, കാരണം വീട്ടിൽ കുക്ക് ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. ബട്ട് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ശരവണ ഭവനിൽ വന്നേക്കാണ്. ഇപ്പോൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കണു. ഇനി അത് വന്നിട്ട് കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ പോവുക.
ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ ഹോസ്പിറ്റൽ വിസിറ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇനി അങ്ങോട്ട് എന്തൊക്കെ സ്റ്റോറീസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അപ്പപ്പോ തീരുമാനിക്കുന്ന മാതിരിയ പ്രീ പ്ലാൻ ഒന്നും അല്ല. സോ കണ്ടന്റ്സ് ഒക്കെ നോക്കണം. സോ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവരെ ഓക്കെ ബൈ.